എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. ലോകത്ത് ഒത്തിരി പുരുഷന്മാരെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ്. ഈ പ്രശ്നമായിട്ട് ദിനംപ്രതി അനേകം ആൾക്കാരാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പലരും വളരെ ഷോർട്ട് കട്ടായിട്ടുള്ള ചില മരുന്നുകളിലേക്ക് പോകാറുണ്ട്. സിൽഡിനാഫിൽ ടാബ്ലറ്റ്സ് പോലെയുള്ള അല്ലെങ്കിൽ വയാഗ്ര പോലെയുള്ള ചില മരുന്നുകളിലേക്കൊക്കെ പോകാറുണ്ട്. നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇത് നാച്ചുറലായിട്ട് പരിഹരിക്കാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ കെമിക്കൽ ഒന്നും ഇല്ലാത്ത മരുന്നുകളിൽ കൂടിയോ ചില ചിട്ടകളിൽ കൂടിയോ ഇതിനെ മറികടക്കാൻ വേണ്ടി നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്ന പ്രശ്നം പ്രധാനമായിട്ട് 3 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകാറുള്ളത്. ഒന്ന്, ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ കുറഞ്ഞതുകൊണ്ടോ കൂടിയതുകൊണ്ടോ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാഡികളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെ കൊണ്ടും ഈ പ്രശ്നം എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. മറ്റൊന്ന് വാസ്കുലർ പ്രോബ്ലമാണ്. വാസ്കുലർ പ്രോബ്ലമാണ് വളരെയധികം ആൾക്കാർക്കും കണ്ടുവരുന്നത്, അല്ലെങ്കിൽ രക്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് ഏത് പ്രശ്നമായാലും പലപ്പോഴും നമ്മൾ ചാടി വീണ് ഈവൻ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ പോലും ഇല്ലാതെ പലരും വയാഗ്ര പോലെയുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കാറുണ്ട്. പക്ഷേ ഇത്തരം മരുന്നുകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ വളരെ വളരെ അധികമാണ്. ഒരു പറ്റുന്നിടത്തോളം കാലത്തോളം ഇത്തരം മരുന്നുകൾ നമ്മൾ ആശ്രയിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതാവുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത്രയും കഠിനമായ പ്രശ്നങ്ങളുള്ള സമയത്ത് മാത്രം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറയുന്ന അളവിലും കാലത്തേക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുക എന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റുകൾ വളരെ കൂടുതലാണ്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം ഇത് സാധാരണഗതിയിൽ തലവേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നോസിയേഷൻ, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ചിലർക്ക് ഉണ്ടാക്കാറുണ്ട്. ബ്ലഡ് പ്രഷറിൽ കാര്യമായിട്ടുള്ളൊരു ഹൈക്ക്, ഒരു വർധനവ് ഇത് ഉണ്ടാക്കാറുണ്ട്. നടുവേദന പോലെയുള്ള ചില പേശികൾക്കുണ്ടാകുന്ന വേദനകൾ ഇത് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ വയാഗ്ര പോലെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകുന്നത്. കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ PDE5 ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം, ഒരു ഇൻഹിബിഷൻ ആണ് ഇതിനകത്ത് നടക്കുക. PDE5 ഈ വാക്ക് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ സാധാരണ സ്മൂത്ത് മസിൽസിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കാനൊക്കെയാണ് ഇത് സഹായിക്കുക. അല്ലെങ്കിൽ പെനീസിലേക്കുള്ള രക്തചംക്രമണം ഇത് വർദ്ധിപ്പിക്കുകയും അവിടെ വർദ്ധിപ്പിച്ച് അതിനകത്ത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, ഒരു കോമ്പണന്റ് ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നൈട്രിക് ഓക്സൈഡ് വർദ്ധിക്കുന്നത് കൊണ്ട് ഇത് എന്താ സംഭവിക്കുക, അവിടെ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇറക്ഷന് ഇത് ഉണ്ടാക്കും. ദീർഘസമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഉദാഹരണം ഈ നൈട്രിക് ഓക്സൈഡിന്റെ പ്രവർത്തനപരമായിട്ട് അവിടെ ഉണ്ടാകും. എന്നിട്ടോ ഈ മരുന്നുകൾ ചെയ്യുന്നത് പിന്നീട് അവിടെ നിന്ന് അല്ലെങ്കിൽ പിനീസിൽ നിന്ന് തിരിച്ച് രക്തം ഒഴുക്കുന്നത് കുറക്കും, അല്ലെങ്കിൽ വീനസ് ഡ്രെയിനേജ് അല്ലെങ്കിൽ വീനസ് ഫ്ലോ, പുറത്തേക്കുള്ള രക്തത്തിന്റെ പ്രവാഹം ഇത് മന്ദീകരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രൊലോങ്ഡ് എറക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ PDE5 ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള PDE5 ഇൻഹിബിറ്റർ ഏതാണെന്നാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള PDE5 ഇൻഹിബിറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് നൈട്രിക് ഓക്സൈഡ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ ഇല്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നൈട്രിക് ഓക്സൈഡ് വർദ്ധിപ്പിക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് L-ആർജിനിൻ എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ്. L-ആർജിനിൻ സാധാരണഗതിയിൽ ഈ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു PDE5 ഇൻഹിബിറ്റർ അല്ലെങ്കിൽ പോലും അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് സിങ്ക്. സിങ്ക് പലപ്പോഴും ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോർമോണിന്റെ അളവിൽ വരുന്ന വ്യതിയാനം കൊണ്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. അതേപോലെ സിങ്ക് സ്പേമിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് കുറവുണ്ടെങ്കിൽ അത് കൃത്യമായ അളവിൽ ശരീരത്തിന് കൊടുത്ത് ശരീരത്തിനെ കൊണ്ട് വീണ്ടും ഇത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ മാറ്റാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഉറക്കമാണ്. ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഒരു നാച്ചുറലി നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി ഉള്ളവരാണെങ്കിലും പലപ്പോഴും പലരുടെ ഉറക്കത്തിന്റെ പാറ്റേൺ വളരെയധികം
മോശമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും അത് ലോ പാരാസിമ്പതറ്റിക് റിസോഴ്സിലേക്ക് നമ്മളെ നയിക്കും, അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയെ അത് കുറച്ചുകൂടെ നഷ്ടപ്പെടുത്തും, നശിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പാരാസിമ്പതറ്റിക് റിസോഴ്സുകൾ കുറയുന്നതും നമ്മുടെ ശരീരത്തിനകത്തുള്ള നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കുറയാൻ വേണ്ടിയിട്ട് കാരണമാകുകയും അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അവിടെ കോർട്ടിസോളിൻ്റെ ഒരു പ്ലേയും കൂടെ അതിനകത്ത് വരുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക വഴിയും ഈ പ്രശ്നത്തിന് ഒരു വലിയ പ്രതിവിധി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അതിൽ നമ്പർ 1 ആണ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം. നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് നോർമലി 14 മണിക്കൂറൊക്കെ നമ്മൾ ചെയ്യാൻ പറയാറുണ്ടെങ്കിലും, ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ നീണ്ടു നിൽക്കുന്ന വാട്ടർ ഫാസ്റ്റിങ്ങോ ജ്യൂസ് ഫാസ്റ്റിങ്ങോ ഒക്കെ നിങ്ങളുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു വലിയ പരിധിവരെ കുറക്കും. കാരണം ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെയും ശരീരത്തിനകത്ത് നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വളരെ വളരെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു വാസോ ഡയലേറ്റർ ആണ്, അല്ലെങ്കിൽ രക്തക്കുഴലിനെ കുറച്ച് വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അത് ഈവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത ഒരു റിസൾട്ട് തരുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ എക്സസൈസുകൾ, വ്യായാമങ്ങൾ, പലപ്പോഴും നടക്കുക അല്ലെങ്കിൽ യോഗ ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിനെ സഹായിക്കുമെങ്കിലും ശരിയായ രീതിയിലുള്ള എക്സസൈസ് എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ആണ്. നിങ്ങൾ ഭാരം എടുത്തുകൊണ്ട് ചെയ്യുന്ന, റെസിസ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഈ വെയിറ്റ് ട്രെയിനിങ്ങുകളും നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഒരു നാച്ചുറൽ PDE5 ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. പലതരത്തിലുള്ള ഹെർബുകൾ ഇന്ന് നമ്മുടെ ചുറ്റും ഉണ്ട്. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രം ഇത് അനുവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുക. പൊതുവായിട്ട് നമ്മൾ ചെയ്തു വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു എക്യുപ്മെന്റ്, ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് കൊടുക്കുന്ന ഒരു ഷോക്ക് വേവ് തെറാപ്പിയാണ്. അതല്ലെങ്കിൽ ലോ ഇന്റൻസിറ്റി ഷോക്ക് വേവ് തെറാപ്പി എന്ന് വിളിക്കുന്ന ഒരു തെറാപ്പി ഉണ്ട്. ഈ ലോ ഇന്റൻസിറ്റി ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പെനീസിന്റെ ചുറ്റുമുള്ള ചെറിയ രക്തക്കുഴലുകൾക്ക് ഒരു ചെറിയ മൈക്രോ ട്രോമ ഉണ്ടാക്കും. അതിനകത്ത് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് നമ്മൾ നിയോ വാസ്കുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കും, അല്ലെങ്കിൽ പുതിയ രക്തക്കുഴലുകളുടെ നിർമ്മാണം അവിടെ സംഭവിക്കും. അപ്പോൾ കൂടുതൽ നന്നായിട്ട് രക്തം പെനീസിലേക്ക് കയറി പോകാനുള്ള ഒരു സാഹചര്യം പ്രകൃത്യാ തന്നെ അവിടെ ഉണ്ടാക്കപ്പെടും. അപ്പോൾ നിയോ വാസ്കുലറൈസേഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു ലോ ഇന്റൻസിറ്റി ഷോക്ക് വേവ് തെറാപ്പി ഇതിനെ ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു തെറാപ്പി മൂലം നിങ്ങൾക്ക് ഈ പ്ലേക്സ്, അതിനകത്ത് ചില രക്തക്കുഴലൊക്കെ കട്ടി പിടിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആർട്ടറിക്കകത്ത്, ചെറിയ രക്തക്കുഴലിനകത്തൊക്കെ ബ്ലോക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടാവാം. അത്തരത്തിലുള്ള പ്ലേക്കുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തിൽ കൂടി നമ്മൾ ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷനെ മറികടക്കുന്നതാണ് എന്തുകൊണ്ടും PDE5 ഇൻഹിബിറ്റേഴ്സ് കഴിക്കുന്നതിനേക്കാളും സഹായിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.